ആ അമ്മ, ഞാൻ ഉണ്ടല്ലോ അമ്മയ്ക്ക് രാജീവേട്ടൻ്റെ ആ റെഡ് കാർ ഉണ്ടല്ലോ അത് വാങ്ങിച്ചു തരാൻ പോവാ. ഡി നമ്മളിപ്പോ അങ്ങനെ വാങ്ങിയാല് ആ വണ്ടി വല്ല ക്രിമിനൽ കേസിലോ അല്ലെങ്കിൽ വല്ല മോഷ്ടിച്ച വണ്ടി വല്ല ആണെങ്കിൽ നമ്മൾ വിടൂലേ? അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, അതൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കും കൂടി ഇന്ന് പറഞ്ഞുതരാം. അതായത് ഈ ഒരു കാറ് മോഷ്ടിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളതാണോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് നമുക്കിവിടെ ജസ്റ്റ് 2 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. അപ്പം ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ് വെബ്സൈറ്റിലേക്ക് പോവുക. അടുത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ലഭിച്ച് OTP വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അടുത്ത് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുക. അപ്പം ഇതിൽ വരുന്നതാണ് വെഹിക്കിൾ ടൈപ്പ്, രജിസ്ട്രേഷൻ നമ്പർ, ചേസസ് നമ്പർ, അതുപോലെ എഞ്ചിൻ നമ്പറും. അപ്പം നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വാങ്ങാൻ പോകുന്ന ഈ ഒരു വാഹനം ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഇൻവോൾവ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ നമുക്ക് 28 സ്റ്റേറ്റ്സ് അതുപോലെ 8 യൂണിയൻ ടെറിട്ടറീസിലായിട്ട് 17,130 പോലീസ് സ്റ്റേഷൻസ് ഇപ്പം CCTNSലേക്ക് ലിങ്ക്ഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഏതൊരു സ്റ്റേറ്റിൽ നിന്നുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോർട്ടൽ ആക്സസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വാങ്ങാൻ പോകുന്ന വാഹനം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കാർ എന്ന് കമൻറ്റ് ചെയ്യാം.